ധ്യാനം ചെയ്യുന്ന ഒരാൾ യൂണിവേഴ്സൽ എനർജിയായിട്ട് കണക്റ്റായി എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അവർക്ക് ഈ അധമ ചിന്തകളായിട്ടുള്ള അസൂയ, കുശുമ്പ്, ഈ മത്സരബുദ്ധി, ഗോസിപ്പിംഗ്, ഡ്രാമ പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ആൾക്കാരായിട്ട്, അല്ലെങ്കിൽ കൺവിൻസിങ്, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അവരവരുടെ ഒരു ലോകത്ത് കുറച്ച് ഐസൊലേറ്റഡ് ആയിരിക്കും. എല്ലാം ഒരു ഗോയിങ് ഓൺ ഫ്ലോ മോഡായിരിക്കും. നമ്മളിനി എന്തൊക്കെ ചെയ്താലും സംഭവിക്കാനുള്ളത് സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ വറീഡ് ആവേണ്ട കാര്യമില്ല. ബിക്കോസ് നമ്മൾ ആ ഒരു എനർജിയായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. അത്തരത്തിലുള്ള ആൾക്കാർ വന്നാൽ തന്നെ നമ്മൾ ലൈഫിൽ നിന്ന് അവരെ ഒഴിവാക്കും. അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനുള്ള പദ്ധതികൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നെഗറ്റീവ് തോട്ട്സ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വന്നാൽ തന്നെ അതൊരു എനർജി വാമ്പയേഴ്സ് എന്നാണ് പറയുന്നവർ. അവരൊക്കെ വന്നാൽ തന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അവരടുത്ത് വന്നാൽ തന്നെ ഇങ്ങനെയുള്ള എനർജി വാമ്പേഴ്സ് നമ്മുടെ അടുത്ത് വന്നാൽ തന്നെ നമ്മളൊരു എക്സോസ്റ്റഡ് ആവുന്നൊരു ഫീൽ. പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട. ഇത്തരക്കാർ യൂണിവേഴ്സ് തന്നെ നമ്മളിൽ നിന്ന് അകറ്റും. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു മെഡിറ്റേഷൻ ചെയ്യുക, മുടങ്ങാതെയുള്ള മെഡിറ്റേഷൻ.